ഞങ്ങളുടെ മോള് അംഗൻവാടിയിൽ ചേർന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഓണാഘോഷ പരിപാടിയാണ്. കുട്ടികളുടെ രസകരമായ മത്സരങ്ങളും വലിയവരുടെ അടിപൊളി കളികളും ഒടുവിൽ വമ്പൻ ഓണസദ്യം ഇന്നത്തെ വീഡിയോയിൽ കാണാം. പതിവിലും കൂടുതൽ ഒരുങ്ങിയിട്ടാണ് കേട്ടോ മോള് അംഗൻവാടിയിലേക്ക് ഇറങ്ങിയത്. ഇന്നത്തെ ദിവസം അവൾക്ക് സന്തോഷമുള്ള ദിവസമാണ്. അതുപോലെ തന്നെ എനിക്കും സന്തോഷമുള്ളതായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അവിടെ ഓണപ്പൂക്കളം എല്ലാം ഒരുക്കി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനും ഫൈനൽ ടച്ച് എന്ന പേരില് ചെറിയൊരു ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു. ആൺകുട്ടികൾക്കാണെങ്കിൽ മുണ്ടും ഷർട്ടും, അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് പട്ടുപാവാടയായിരുന്നു കേട്ടോ കോസ്റ്റ്യൂമ്. എല്ലാവരും ഒരേപോലെയുള്ള ഡ്രസ്സിൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അവിടെ എത്തിയ ഉടനെ തന്നെ മോളും കൂട്ടുകാരും അവരുടെ കളിയുടെ തിരക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഓർക്ക് പിന്നെ എന്ത് പരിപാടിയാണെങ്കിലും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയാല് പിന്നെ ഒരു കളിക്കോലോ. പിന്നെ പൂക്കളത്തിനടുത്തിരുന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്താണ്. മോളെ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയതിനു ശേഷം പിന്നെ കുട്ടികളെല്ലാരും കൂടി ഇരുന്നിട്ട് ഫോട്ടോസുകളൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കുട്ടികളും കൂടി ഇതിന്റെ അടുത്ത് ഇരുത്തി ഫോട്ടോ എടുക്കാന്നൊക്കെ പറയുമ്പോൾ നല്ല കഷ്ടപ്പാടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ. അത് ഓണാഘോഷത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു കേട്ടോ അത്. കാരണം ഓരോ കുട്ടികളെയും വിളിച്ചങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്, ഒരു എണീറ്റ് പോകുന്നുണ്ട്, പിന്നെയും കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിലാണ് എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് ഫോട്ടോസും വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താഴെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് അവിടെയാണ് മെയിൻ പരിപാടികൾ നടക്കുന്നുള്ളത്. പ്ലാൻ ചെയ്ത പരിപാടികൾ എന്ന് പറയുന്നത് കസേരക്കളി, സുന്ദരിക്ക് പൊട്ടുതൊടല്, അങ്ങനത്തെയുള്ള പരിപാടികളൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുകളിലെത്തി പാടെ കുട്ടികൾക്ക് ഓടലും പാടലും അവിടെ കുറെ വിസ്താരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഒരു നല്ല കളിയിലാണ്. ഒപ്പനൊക്കെ കളിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നടുവിൽ കുട്ടീനെയൊക്കെ നിർത്തിയിട്ട് ഒപ്പനൊക്കെ കളിക്കുന്നുണ്ട്. അതിലാണ് പിന്നെ ഇമ്മമ്മക്ക് ഇങ്ങനെ കേറി വരുന്നത്. ഇമ്മമ്മ കേറി വന്നപ്പോ പിന്നെ കുട്ടികളെല്ലാരും കൂടി ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി. പിന്നെ താത്ത ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഓര് വടിയേറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതും കൂടി കണ്ടപ്പോ പിന്നെ കുട്ടികളെല്ലാരും കൂടി വന്നിരുന്ന് ഉമ്മച്ചിയാളെ മടിയിൽക്കൊക്കെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂക്കളത്തിന്റെ അടുത്തിരുന്നിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി കഷ്ടപ്പാട് പെട്ട പോലെ തന്നെയായിരുന്നു. മേലെ വന്നിട്ട് ഇവര് ടീച്ചറും ചേച്ചിയും കുട്ടികളെല്ലാരും കൂടി ഉള്ള ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി നന്നാവുമ്പോ ഒരു കുട്ടി ഇങ്ങനെ ആവും. അങ്ങനെ കുട്ടികളാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതൊക്കെ കാണാന് ഈ പരിപാടികളുടെ ഇടയിൽ നിന്ന് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഏറ്റവും സന്തോഷമുള്ള കുട്ടികളുടെ കസേരക്കളി. അതായിരുന്നു ഫസ്റ്റ് ആയിട്ട് കളിച്ചിരുന്നത്. ഇവർക്ക് എന്താണ് കസേരക്കളി എന്നോ ഒന്നും അറിയില്ലല്ലോ. ഇതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടിയാണ്. അങ്ങനെ നമ്മള് ഉമ്മമാരൊക്കെ കൂടിയിട്ടാണ് കുട്ടികളിങ്ങനെ ഓരോ ഓട് വിസിലൊക്കെ അടിക്കുന്ന സമയത്ത് ചെയറിലൊക്കെ ഇരുത്തുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഓരോ കുട്ടികൾക്ക് ഇരിക്കുക എന്ന് പറയുമ്പോ കുട്ടികൾ എന്താ ചിന്തിക്കണേ വെച്ചാൽ ഓല് ഇരിക്കണ കസാലയിൽ തന്നെ ഓല് ഇരിക്കണം എന്നൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടത്. എന്നിട്ട് പിന്നെ ഇങ്ങനെ മോളാണ് ഓറഞ്ച് പട്ടുപാവാട ഇട്ട കുട്ടിട്ടോ അതില്. അങ്ങനെ മോള് നല്ല രീതിക്ക് തന്നെ അങ്ങനെ കളിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു 3 കുട്ടികൾ എത്തിയ സമയത്ത് മോൾക്ക് കാലുകൊണ്ട് ഒട്ടും വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മോക്കത് മുഴുവനാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല കേട്ടോ. അത് കണ്ടപ്പോ എനിക്ക് ശരിക്കും നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. ഓള് കാലുവേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അതൊക്കെ ഞാനിങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടൊക്കെ വെച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഓളത് മാറി. പിന്നെയാണ് അടുത്ത രസകരമായ കളി എന്ന് പറയുന്നത് സുന്ദരിക്ക് പൊട്ട് തൊടലിട്ടോ. സുന്ദരിക്ക് പൊട്ടി തൊടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ കണ്ണൊക്കെ മുറുക്കി കെട്ടുമല്ലോ. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് കുറെ തലക്കിൽ കൊണ്ടുപോയാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ തപ്പി പിടിച്ച് അങ്ങനെ വരുന്നത് കാണുമ്പോൾ ആളുകളുടെ ചിരിയും ബഹളവും ഒക്കെ പാടെ ഉണ്ടാവുമ്പോ തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവണത് എവിടേക്കാണ് റബ്ബേ ഞാൻ പോകുന്നത്, ഇവരെ ആരും പറഞ്ഞു തരുന്നില്ല. അങ്ങനെ നല്ല രസമുണ്ട്, നല്ല എൻജോയ് ചെയ്തൊരു പരിപാടിയായിരുന്നു. ഇതാണ് കേട്ടോ എനിക്കിങ്ങനെ കെട്ടി തരുന്നുണ്ട്.
പക്ഷെ ഒന്നും കാണാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പൊ നമ്മക്ക് എന്താ എന്റെ മനസ്സിൽ വന്നത് അറിയോ, നമ്മൾ ഈ കണ്ണ് കാണാത്ത ആളുകൾക്കൊക്കെ എന്തോരം കഷ്ടപ്പാടുകൾ ഉണ്ടാകും അല്ലെ. നമുക്ക് ഒരു കുറച്ച് സമയത്തിനാണെങ്കിൽ പോലും തലക്ക് കറങ്ങുന്ന ഒരു ഫീലായിരുന്നു. പക്ഷെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ മക്കൾക്ക് കസേരക്കളി കളിക്കാനൊക്കെ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ രക്ഷിതാക്കൾക്കും ഇത് ഏറ്റെടുത്തൂടാന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഓൽക്കുള്ള ഞങ്ങൾക്കുള്ള 2 പരിപാടികളായിരുന്നു, കസേരക്കളിയും അതുപോലെ തന്നെ സുന്ദരിക്ക് പൊട്ടുതൊടലും. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ തപ്പി പിടിച്ച് പോയി ഏതായാലും സുന്ദരിനെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ പൊട്ട് കൊത്തിയ സ്ഥലം എന്ന് പറയുന്നത് നെറ്റിന്റെ മുകളിലായിട്ടായിരുന്നു. കാരണം നമ്മൾ കണ്ണ് പൊത്തുമ്പോ പൊട്ട് ഇടലൊക്കെ കുറച്ചൊക്കെ മാറുമല്ലോ, അത് വിചാരിച്ചാൽ മതിട്ടോ, അല്ലാതെ എന്താണ് ഇതായിട്ടൊന്നല്ല. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടിങ്ങനെ കഴിയുന്ന സമയത്തൊക്കെ നല്ല രസമായിരുന്നു നമ്മളിതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ കുറച്ച് ഭാഗങ്ങളെ അതിൽ കാണിച്ചു തരാം. ഓരോരുത്തരെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ നമ്മൾ അറിയാത്ത ഭാഗത്തേക്ക് അങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് കാക്കാന്റെ മരോളാണ്. ഓളും എന്താണ് കുറച്ചൊക്കെ അടുത്തൊക്കെ എത്തിയോന്ന് വെച്ചാ കുഴപ്പമില്ല. ഓള് കൊണ്ടുപോയി കുത്തിയത് ഞാന് നെറ്റിമലാണെങ്കില് ഓള് കൊണ്ടുപോയി കുത്തിയത് എവിടെയായിരുന്നു വെച്ചാല് കണ്ണുമലോ ഒക്കെ ആയിരുന്നു. ഇവരായിരുന്നു ആ കളിയിലെ വിന്നറ്. ഇവര് കൊണ്ടുപോയി കുത്തിയത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ഥലത്ത് കേട്ടോ കൊണ്ടുപോയി കുത്തിയത്. അടുത്തതായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നുള്ളത് ഒരു ടീച്ചറാണ്. നേരെ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണു പൊത്തുണ്ടെങ്കിൽ ഏതാണ് നേരെ ഏതാണ് സൈഡ് എന്നൊന്നും മനസ്സിലാവാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരാളും കൂടിയാണ്, ഇവളാണ് ലാസ്റ്റ് പങ്കെടുത്തത്. അങ്ങനെ ഇവരത് കൂടിയും കഴിഞ്ഞതോടുകൂടി സുന്ദരിക്ക് പൊട്ടുതൊടൽ എന്ന മത്സരം അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഈ പരിപാടി കഴിയുമ്പോ. ഓരോരുത്തരും ഇങ്ങനെ വന്ന് തപ്പിപ്പിടിച്ച് പോയി കുത്തിയൊക്കെ കഴിയണത് കാണുമ്പോഴൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ അടുത്ത കളിയായിരുന്നു കസേരക്കളി. കസേരക്കളിക്കും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് വിജയിച്ചില്ലെങ്കിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ പങ്കെടുക്കുമ്പോഴൊക്കെ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾക്ക് ഭയങ്കര ചിരിയും കളിയും ഒക്കെ ആയിട്ടുള്ള ഒരു മൊമെന്റ് കൂടെ ആയിരുന്നത്. ഓരോരുത്തരെങ്ങനെ കൊയിഞ്ഞ് പോയി കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ ഒരാളൊക്കെയുള്ള വിജയം ഉണ്ടാവുള്ളൂ. പക്ഷെ വിജയിച്ചോ തോറ്റോ എന്നുള്ളതിലല്ല, പങ്കെടുക്കുക എന്നതിലാണല്ലോ കാര്യം. അപ്പൊ തന്നെ ഇങ്ങനെ കറങ്ങുന്നതൊക്കെ കാണുമ്പോഴും ഒക്കെ നല്ലൊരു ഇതുണ്ടായിരുന്നു. ഓരോരുത്തർ ഇങ്ങനെ തോറ്റ് പോകുന്നത് കാണുമ്പോഴേ നമുക്ക് ചിരി ഇങ്ങനെ വരും. കാരണം എന്താ വെച്ചാല് അവിടെ പോയിക്കാണ്ട് 2 ആൾക്കാരെ ഒരു ചെയറിൽ തന്നെ പോയി ഇരിക്കാനൊക്കെ നോക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് 2-3 ആളുകളേ ഉള്ളൂ. അപ്പോ ഇവരിതില് ആരാണ് ജയിക്കുന്നത് എന്ന് ഇവർക്കാണ് ഫസ്റ്റ്, ഇപ്പൊ പോയ ആൾക്കാണല്ലോ മറ്റേല് ഫസ്റ്റ് കിട്ടിയത്. ഇവര് 2 ആളും കൂടിയാണ് മത്സരിക്കുന്നത്. അങ്ങനെ പിന്നെ അതില് വെള്ള ചുരിദാർ ടോപ്പ് ആയിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സമ്മാനം കൊടുക്കുന്ന ചടങ്ങാണ്. സമ്മാനം കൊടുക്കുന്നത് കൗൺസിലർ ആയിരുന്നു. അങ്ങനെ ഓരപ്പോയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ഇക്ക എത്തിയിട്ടുണ്ടായിരുന്നു. ഓരായിരുന്നു മുമ്പത്തെ കൗൺസിലർ ആയിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓരും കുട്ടികൾക്കൊക്കെ സമ്മാനം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓള് പപ്പനെ കണ്ട ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. വന്നപ്പോ തന്നെ ഭയങ്കര സന്തോഷായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക പോകുന്നത് വരെ ഓള് ആരെടുത്തും ഉണ്ടാവില്ല. പിന്നെ ഇക്കാന്റെ ഒക്കത്ത്
എന്ത് ചെയ്യണമെങ്കിലും ഇക്ക ആ ഒരു അവസ്ഥയാണ് പിന്നെ ഓക്ക് ഉണ്ടാവലുള്ളത്. പിന്നെ വേറെ ആരും ഓളെ അതുവരെ കണ്ടിട്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ സമ്മാന വിതരണത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഇത് കസേരക്കളിക്ക് ഫസ്റ്റ് കിട്ടിയ ആളാണ്. ആദ്യം കൊടുത്തത് സുന്ദരിക്ക് പൊട്ടി തൊടന്തിന് കിട്ടിയ ആള്. ഇത് കസേരക്കളിക്ക് സെക്കൻഡ് കിട്ടിയ ആളാണ്. അങ്ങനെ എല്ലാവർക്കും സമ്മാന വിതരണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഓണസദ്യന്റെ പരിപാടിയിലേക്ക് കടക്കുന്നുള്ളത്. എല്ലാരും ഈ പരിപാടിക്ക് വന്നതന്നെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ ഏകദേശം നല്ലൊരു സമയം തന്നെ ആയിട്ടുണ്ടായിരുന്നു സദ്യക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, മോളിഞ്ഞി ആരെ കൂടി ഉണ്ടാവൂല, നമ്മളെ കണ്ട പരിചയം പോലും നടിക്കൂല. ഇനി ഇക്ക പോകുന്നത് വരെ ഇക്കന്റെ കൂടെ തന്നെ ആവും മോളുണ്ടാവുക. ഫുഡൊന്നും കഴിക്കൂല എന്നുള്ളത് എന്താ നീ ലാസ്റ്റ് കാണാം. ഒന്നും കഴിച്ചിട്ടുണ്ടാവൂല എന്നുള്ളത്, കുറച്ചേ കഴിക്കുള്ളൂ. പിന്നെ ഇങ്ങനെ നിങ്ങൾ പോവണ്ട, ഇനി ബാങ്കിക്ക് പോകൂലല്ലോ, അങ്ങനത്തെ ഒക്കെ ഉള്ള ചോദ്യം മാത്രമേ ഓക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടിയാണ് ആദ്യം കൊടുത്തത്. കുട്ടികളുടെ ഇടയിലെ ഒരു വലിയ ആളും കൂടി കാണുകയാണെങ്കിൽ എന്റെ മോൾക്ക് ഇക്കല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇക്കാക്കും അവിടെ തന്നെ കൊടുത്തത്. വലിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആണുങ്ങൾക്കൊക്കെ താഴെ ഇട്ടിട്ടുണ്ട്. പക്ഷെ മോൾക്ക് ഇക്ക ഇവിടെ തന്നെ കഴിക്കണം പറഞ്ഞതുകൊണ്ട് ഇക്ക കുട്ടികളെ കൂട്ടത്തിൽ തന്നെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എല്ലാ സദ്യക്കുള്ള കൂട്ടാനുകളൊക്കെ വിളമ്പുന്നുണ്ട്. എല്ലാ കൂട്ടാനുകളും, ഒരുവിധം എല്ലാ കൂട്ടാനുകളും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ഞാന് എന്ന് പറയും, എനിക്ക് സദ്യ പൊതുവെ നല്ല ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. ഞാൻ സദ്യക്ക് കഴിക്കാൻ വേണ്ടി പോവലുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയാലൊന്നും ഇത്രത്തോളം ആവില്ലല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങളെ ഈ സദ്യയില് ഓരോരുത്തരും കൂട്ടാനുകൾ ഏറ്റതായിരുന്നു. ഒരു വിധം തന്നെ 2-3 ആളുകൾ ഏറ്റതും ഉണ്ടായിരുന്നു. പിന്നെ ചെറുതാളൊക്കെ ഓരോരുത്തരും ഏറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. കൂട്ടാനുകളൊക്കെ എല്ലാരും കൂടി ഉണ്ടാക്കി കൂടുമ്പോൾ എന്താണ് ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്ന പോലെ തന്നെ ആയിരുന്നു ഇതില്. എല്ലാരും കൂടി ഓരോരോ കൂട്ടാനുകളൊക്കെ ഏറ്റിങ്ങനെ എടുത്തപ്പോ എല്ലാ കൂട്ടാനുകളും ഉണ്ടാവുകയും ചെയ്തു. എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനുമായി. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഏറ്റിട്ടുണ്ടായിരുന്നത് പായസമായിരുന്നു, സേമിയ പായസമായിരുന്നു. ഞങ്ങൾ 3 ആളെ ചേർന്നിട്ടാണ് അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. 100 പേർക്കുള്ളതാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ഇതായിരുന്നു. പിന്നെ ഞാൻ കഴിക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇന്ത്യയിലുള്ള കൂട്ടാനുകളൊക്കെ കണ്ടില്ലേ, അത് മോള് കഴിച്ചു വെച്ച ബാക്കി പാത്രത്തിൽ തന്നെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഇത്ര പായൊക്കെ അങ്ങനെ തൊളിച്ചൊക്കെ വെച്ച് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളെ കൗൺസിലർ, അവിടെ മൂത്താപ്പാടത്ത് ഞങ്ങളെ താത്ത, ഇവരൊക്കെ ടേബിളിൽ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും കൂടി അവിടെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു മോളുടെ അംഗൻവാടിയിലെ വമ്പൻ ഓണാഘോഷ പരിപാടികൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.